സംസാരിക്കുന്നത് എസ് കെ പൊറ്റേക്കാട്, ശങ്കരൻകുട്ടി പൊറ്റേക്കാടിനെ കുറിച്ചാണ്. ശങ്കരൻകുട്ടി പൊറ്റേക്കാട് കോഴിക്കോട്ടുകാരനാണ്. പിന്നെ എഴുത്തുകാരനായ ശങ്കരൻകുട്ടി പൊറ്റേക്കാട് സാഹിത്യരംഗത്ത് പ്രശസ്തനാവുന്നത് നമ്മുടെ കേരളം അനുഭവിച്ചിട്ടുള്ള ഒരു എരിപൊടി സഞ്ചാരം കൊള്ളുന്ന ഒരു കാലഘട്ടമുണ്ട്. കുഞ്ഞിരാമൻ നായർ പറഞ്ഞതുപോലെ കാലിനടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുമ്പോൾ, കാലിനടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുമ്പോൾ, അന്നത്തെ കാലത്ത് എരിപൊടി സഞ്ചാരം കൊള്ളുന്ന ഒരു കാലത്ത് ആർക്കും ഒതുങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. കാരണം മനസ്സില് പല വിധത്തിലുള്ള ചിന്തകള് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങൾക്കൊപ്പം നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ എല്ലാ മനസ്സുകളും സജീവമാകുന്ന കാലത്ത്, നവോത്ഥാന കാലത്താണ് ശങ്കരൻകുട്ടി പൊറ്റേക്കാട് സാഹിത്യരംഗത്ത് പ്രവേശിക്കുന്നത്. 14/3/1913 ശങ്കരൻകുട്ടി പൊറ്റേക്കാട് ജനിച്ചത്. 6/8/1982 എന്നുവെച്ചാൽ 913 ജനിക്കുകയും 1913 ജനിക്കുകയും 1982 നമ്മളോട് വിട പറയുകയും ചെയ്ത മലയാള സാഹിത്യത്തിൽ പ്രശസ്തനായ എഴുത്തുകാരനായിരുന്നു ശങ്കരൻകുട്ടി പൊറ്റേക്കാട്. ഇദ്ദേഹം മലയാള സാഹിത്യത്തിൽ അറിയപ്പെട്ടത് സഞ്ചാര സാഹിത്യകാരൻ എന്നായിരുന്നു. സഞ്ചാര സാഹിത്യകാരൻ. മലയാള സാഹിത്യത്തിന് സഞ്ചാര സാഹിത്യ വിഭാഗം യാത്ര ചെയ്ത് യാത്രാനുഭവങ്ങളിൽ യാത്രയിൽ കണ്ടതും കേട്ടതും വായിച്ചറിഞ്ഞതുമായ സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാണാനും കേൾക്കാനും വായിച്ചറിയാനും അവസരം കിട്ടാത്തവർക്ക് വേണ്ടി ഈ ലോകത്തിന്റെ നാനാ മേഖലകളിലേക്ക് കണ്ണയക്കാനും ആ നാടിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിൽ, എല്ലാവർക്കും മനസ്സിലാക്കുന്ന വിധത്തിൽ എഴുതി വയ്ക്കുക എന്ന ജോലിയാണ് ശങ്കരൻകുട്ടി പൊറ്റേക്കാട് ചെയ്തത്. അദ്ദേഹം സഞ്ചാര സാഹിത്യ കൃതികളിലൂടെ ആഫ്രിക്കയെയും യൂറോപ്പിനെയും ഏഷ്യയിലെ കുറേയധികം പ്രദേശങ്ങളെയും മലയാളിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മള് ലോകത്തെ കുറിച്ച് അറിയുന്നത്, മലയാളി ലോകത്തെ കുറിച്ച് അറിഞ്ഞത് ഒരുപക്ഷെ ശങ്കരൻകുട്ടി പൊറ്റേക്കാടിന്റെ യാത്രാ വിവരണത്തിലൂടെ ആയിരിക്കും. ആഫ്രിക്കയും നൈതന്യയും ബാലിദ്വീപും യൂറോപ്പും പിരമിഡുകളും നമുക്ക് ശങ്കരൻകുട്ടി പൊറ്റേക്കാട് തുറന്നു തന്നു. സഞ്ചരിച്ച വഴികളൊക്കെ അദ്ദേഹം എഴുതി വെച്ചു ധാരാളം. അത് കഥ വായിക്കുന്നത് പോലെ നമുക്ക് വായിക്കാനും കഴിഞ്ഞു. കാരണം നല്ല മനോഹരമായ ഒരു കാൽപ്പനിക ഭാഷ എന്ന് വെച്ചാൽ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഭാഷയിലാണ് ഇതെല്ലാം എഴുതി വെച്ചത്. അദ്ദേഹത്തിന്റെ അത്തരമൊരു ശ്രമത്തിന്റെ ഫലമായി 179ഓളം കഥകള്, ഏതാണ്ട് 2-3 വനിതകളെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വിവരങ്ങള്, അതുകൂടാതെ ഏതാനും നോവലുകള്,
അതിൽ ഏറ്റവും പ്രശസ്തമായത് ഒരു തെരുവിന്റെ കഥയും ഒരു ദേശത്തിന്റെ കഥയും. അതുകൂടാതെ വിഷരഞ്ജത, മൂടുമരം, നാടൻ പ്രേമം തുടങ്ങിയിട്ടുള്ള കുറച്ച് നോവലുകള്. പിന്നെ നമ്മുടെ ഷൊർണൂർ പറയുന്ന സ്ഥലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പ്രഭാതവാരികയില് കുറെ അധികം കവിതകള്. ഇതൊക്കെ നമ്മുടെ മലയാള സാഹിത്യത്തിന് മുതൽക്കൂട്ടായി നൽകിക്കൊണ്ടാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത്. അതില് 1962 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒരു തെരുവിന്റെ കഥയ്ക്കും, 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒരു ദേശത്തിന്റെ കഥയ്ക്കും ലഭിച്ചു. മാത്രമല്ല 1981 അദ്ദേഹത്തിന് ജ്ഞാനമേള പുരസ്കാരം കിട്ടുകയും ചെയ്തു. അത് ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന പിന്നെ നോവലിനായിരുന്നു. എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് പറയുമ്പോ ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഒപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളിലൂടെ ഒരു ഓട്ടം നടത്തിയിട്ട് നമുക്ക് എസ് കെ പൊറ്റക്കാടിന്റെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്നിനെ കുറിച്ച് പറയാം. എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് 2 ദിവസത്തെ പറയണോ എന്ന് കൃഷ്ണൻ തീരുമാനിച്ചാൽ മതി. 2 ദിവസം വേണമെങ്കിൽ 2 ദിവസം ഞാൻ സംസാരിക്കാം. പക്ഷേ ഒരു ദിവസം വേണമെങ്കിൽ വളരെ കുറച്ച് കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ വളരെ കുറച്ച് കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചൂടെ? ഒന്നാമത് പ്രത്യേകിച്ച് വഫ കോളേജിലെ കുട്ടികള് 3 പേര്, എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അവർക്കും ഗുണകരമാകട്ടെ എന്നൊരു ആഗ്രഹവും എനിക്കുണ്ട്. ഗുണകരാണെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. എന്റെ സംസാരം മാത്രമല്ല. എന്തായാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത് അറിയുമോ? ആ രാജ്യത്തെ കുറിച്ച് വിശേഷമൊക്കെ പറഞ്ഞാൽ ധാരാളം ഇന്ത്യയിൽ യാത്ര ചെയ്തിട്ടുള്ള ഈ സ്ഥലത്തെ കുറിച്ച് മുന്നറിവ് വേണം. എന്താണ് ഈ രാജ്യം, നമ്മൾ പോകുന്ന സ്ഥലം എന്താണ്, എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ അവസ്ഥാവിശേഷം എന്നുള്ളത് നല്ല മനസ്സിലാക്കണം. എസ് കെ പൊറ്റക്കാട് യാത്ര ചെയ്തത് ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്തപ്പോഴും യൂറോപ്പിലേക്ക് യാത്ര ചെയ്തപ്പോഴും അവിടെയൊക്കെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് യാത്ര ചെയ്തത്. എസ് കെ പൊറ്റക്കാട് ആദ്യം യാത്ര ചെയ്തത് ബോംബെയിലേക്ക്. ബോംബെയിലേക്ക് യാത്ര ചെയ്ത സമയം 21ാമത്തെ വയസ്സിലാണ്. ബോംബെ എന്ന് പറഞ്ഞപ്പോ ഇന്നത്തെ കാലത്തോളം വലിയ വിഷയമൊന്നുമല്ല. പക്ഷെ 1913 ശേഷം ഒരു 1947 മുൻപ് ബോംബെയിലേക്ക് പോവുക, ബോംബെയിലേക്ക് യാത്ര ചെയ്യുക, അവിടെ ചുറ്റി നടക്കുക എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമൊന്നല്ല. പ്രയാസം. യാത്ര മാത്രവുമല്ല, ജീവിത സാഹചര്യവും ഒക്കെ വളരെ പ്രയാസമാണ്. 22ാമത്തെ വയസ്സിൽ ബോംബെയിലേക്ക് കപ്പലിലായിരുന്നു. ആദ്യം ഇന്റർമീഡിയറ്റ് പഠിക്കാറ്. മുമ്പ് കയ്യിൽ ആർക്കും 60 രൂപയാണ്. 60 രൂപ അന്നത്തെ 60 രൂപ. 60 രൂപയ്ക്ക് ഇന്ന് നമ്മൾ മൂല്യം കൽപ്പിക്കുന്ന അധ്യായം കിട്ടും. പക്ഷേ അങ്ങനെ യാത്ര ബോംബെയിൽ 22ാമത്തെ വയസ്സിൽ ബോംബെയിലേക്ക് യാത്ര ചെയ്തതിനു ശേഷം അദ്ദേഹം കുറച്ചുകൂടി മെഡിക്കലായിട്ട് പിന്നെ 17 യാത്രാനിർദ്ദേശങ്ങൾ അദ്ദേഹം എഴുതി. യാത്രകളെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ യാത്രകളും ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. 1947 കാശ്മീർ എന്നുള്ള കാശ്മീർ ഒരു യാത്ര ചെയ്തിരുന്ന പുറത്തിറങ്ങും ആദ്യമായിട്ട് വന്നത്. പിന്നെയോ വിദേശത്തേക്ക് ഒരുപാട് യാത്രകൾ അദ്ദേഹം നടത്തി. ഈ നടത്തുന്നതിന്റെ ഇടയില് ഒരു ആഫ്രിക്ക യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. അപ്പൊ കോഴിക്കോട് വെച്ചിട്ട് എസ് കെ പൊറ്റക്കാട് ഒരു സ്വീകരണം കൊടുത്തു. അന്നത്തെ പ്രശസ്തന്മാരായിട്ടുള്ള വൈദ്യന്മാരെ കുറിച്ച് തന്നത്. അപ്പൊ എസ് കെ മാരാര് മലയാള സാഹിത്യത്തിൽ വിമർശന സാഹിത്യത്തില് വളരെ പ്രമുഖനായിരുന്നു കുട്ടീഷമാരായിരുന്നു ആ യാത്രായപ്പ് യോഗത്തില് ശങ്കരൻകുട്ടി പൊറ്റക്കാടിന് വേണ്ടിയിട്ട് ആശംസ പറഞ്ഞുകൊണ്ട് സംസാരിച്ചത്. അപ്പൊ മാരാര് പറഞ്ഞു, എവിടേക്കാണ് പോണേ? ആഫ്രിക്കയിലേക്കാണ് പോണത്. എത്ര മാസത്തേക്കാണ് പോണത്? 9 മാസത്തേക്ക്. അതും ആഫ്രിക്കയിലേക്ക്. ഇപ്പൊ നിങ്ങൾ ആഫ്രിക്ക എന്ന് പറയുമ്പോ നിങ്ങൾക്ക് തോന്നി എന്താ അത്ര വലിയൊരു കാര്യം ആഫ്രിക്കയിൽ യാത്ര ചെയ്യുമ്പോ ഇത്ര വലിയൊരു സംഭവമായിട്ട് അനുഭവപ്പെടാൻ ഇല്ല. പക്ഷേ അക്കാലത്ത് യാത്ര ചെയ്യുമ്പോ വളരെയധികം ശ്രദ്ധിക്കണം. മനുഷ്യനെ തിന്നുന്ന മനുഷ്യരുള്ള നാടായിരുന്നു ആഫ്രിക്ക. നിങ്ങൾ ചിലപ്പോ പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല.
അപ്പോ അങ്ങനത്തെ കാലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് കുട്ടീശ്വരന്മാരോട് പറഞ്ഞു, ഈ ശങ്കരൻകുട്ടി പൊറ്റേക്കാടിന് വേറെ ലോകത്ത് എത്ര മനോഹരമായ സ്ഥലങ്ങളുണ്ട്, അവിടേക്കൊക്കെ യാത്ര ചെയ്തൂടെ? അപ്പോ ഇത് കേട്ടപ്പോ ശങ്കരൻകുട്ടി പൊറ്റേക്കാട് അപ്പൊ തന്നെ പറഞ്ഞത്രേ, ഞാൻ യാത്ര ചെയ്യുന്നത് സുന്ദരമായ സ്ഥലങ്ങളിലേക്കല്ല, ഭൂമിയിലെ പച്ച മനുഷ്യരെ കാണാനാണ്. പച്ച മനുഷ്യരെ കാണാൻ, പച്ച നിറത്തുള്ള മനുഷ്യരല്ല. രാജ്യത്തെ ഈ ലോകത്തെ പച്ച മനുഷ്യരെ, ഭൂമിയിലെ പച്ച മനുഷ്യരെ കാണാനാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, അല്ലാതെ ഭൂമിയുടെ മനോഹരമായ പ്രദേശങ്ങൾ കാണാനല്ല. വേറൊന്നും വ്യക്തിയാ പറയുന്നുണ്ട്, സൗന്ദര്യമുള്ള വെളുത്ത മനുഷ്യനോട് വെളുത്ത മനുഷ്യന്റെ സൗഹൃദത്തിനേക്കാൾ നല്ലത് കറുത്ത മനുഷ്യന്റെ സാമീപ്യമാണ്. വെളുത്ത മനുഷ്യന്റെ സൗഹൃദത്തെക്കാൾ നല്ലത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് കറുത്ത മനുഷ്യന്റെ സാമീപ്യമാണ് എന്നാണ്. അപ്പോ അങ്ങനെ ഒരുപാട് യാത്രകൾ അദ്ദേഹം 9 മാസക്കാലം ആഫ്രിക്കയിലും 6 മാസക്കാലം യൂറോപ്പിലും സഞ്ചരിച്ചു. അങ്ങനെയാണ് കാപ്രികളുടെ നാട്ടിലും സിമാഗോവിയും നൈൽഡറിയും ഇന്നത്തെ യൂറോപ്പും പാതിരാസൂരിന്റെ നാട്ടിലും ഒക്കെ ആഫ്രിക്കയെ കുറിച്ച് എഴുതിയത്. വെളുത്ത മനുഷ്യന്റെ സൗന്ദര്യത്തെക്കാൾ കറുത്ത മനുഷ്യന്റെ ചിരിയാണ് ഇഷ്ടമെന്ന് തുറന്നു പറഞ്ഞ എഴുത്തുകാരനായിരുന്നു എസ്.കെ. പൊറ്റേക്കാട്. അദ്ദേഹം അറിയാണ്, സാമ്പത്തിക നദിയിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. കുട്ടികളെ, സാമ്പത്തിക നദിയിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ആകാശചാരികളായിട്ടുള്ള ദേവന്മാർ ആകാശത്തിലൂടെ പോകുമ്പോ ആകെ നോക്കി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണത്രേ വിക്ടോറിയ വെള്ളച്ചാട്ടം. അത്രയും സൗന്ദര്യമുണ്ട് എന്നാണ് പറയുന്നത്. വേറൊന്നും കൂടി കേട്ടോളൂ, ആഫ്രിക്കയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണത്രേ ഡാരേസലാം. ഈ ഡാരേസലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ കൊച്ചു നഗരം എന്നാണ്. ഡാരേസലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ കൊച്ചു നഗരം എന്നാണ്. ഈ സമാധാനത്തിന്റെ കൊച്ചു നഗരത്തിന്റെ പ്രത്യേകത, ഒരുപക്ഷെ ആഫ്രിക്കയിൽ ഏറ്റവും അധികം മലയാളികളുള്ള സ്ഥലമാണ് ഡാരേസലാം എന്നാണ്. ആഫ്രിക്കയിലെ ഡാരേസലാമില് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ കുടിയേറി പാർത്തുള്ള സ്ഥലമാണ് ഇത്ര. ഡാരേസലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ കൊച്ചു നഗരം എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഈജിപ്തിലെ ഫറോവയെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഈജിപ്തിലെ ഭരണാധികാരികളായിട്ട് ഫറോവമാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ പുൽപ്പാനയിൽ പൊതിഞ്ഞു വെക്കും. എന്നിട്ട് ചതുരാകൃതിയിലുള്ള കുഴിയില് മനോഹരമായ സുഗന്ധ തൈലങ്ങളൊക്കെ പൊതിഞ്ഞതിന് ശേഷം കുഴിയിൽ ഇറക്കി വെക്കും. അവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങളും അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളും അവർക്ക് ഭക്ഷണം കഴിക്കാൻ പാത്രവും മറ്റ് ആഹാര വസ്തുക്കളും ഒക്കെ കുഴിയിൽ ഇറക്കി വെക്കും. ആ ചതുരക്കുഴി മൂടുന്നതിനൊപ്പം അതിനൊരു മേൽപ്പുര നിർമ്മിക്കും, ചതുരാകൃതിയുടെ അല്ലെങ്കിൽ ലംബകത്തിന്റെ ആകൃതിയിൽ. മനസ്സിലാവും, മനോഹരമായിട്ട് മേൽപ്പുര വെട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കും. ഇതാണ് ഫറോവമാർ. ഈ ഫറോവമാരുടെ പിന്നെ ശവകുടീരങ്ങള്, അതാണ് പിരമിഡുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് നിർമ്മിച്ചത് 20 കൊല്ലം കൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് നിർമ്മിച്ചത് 20 വർഷം കൊണ്ട് എന്നാ പറയുന്നത്. ഏറ്റവും വലിയ പിരമിഡ് നിർമ്മിക്കാൻ, ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡ്, ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് നിർമ്മിക്കാൻ 20 വർഷം വേണ്ടി വന്നതാണ്. ഒരു മനുഷ്യന്റെ ശവകുടീരം നിർമ്മിക്കാൻ 20 കൊല്ലം. അത് ചുടുകട്ടകൾ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അങ്ങനെ എത്രയോ വിധത്തില് ശവകുടീരങ്ങള്. പിന്നെ അദ്ദേഹത്തിന്റെ ചില സൂചന മാത്രം പറഞ്ഞു പോകുന്നു. നൈൽ ഡയറിയെ കുറിച്ച് സൗന്ദര്യം വർണ്ണിക്കാൻ അദ്ദേഹം ശ്രമിക്കുമ്പോ പ്രകൃതിയുടെ നാടകശാലയാണ് നൈൽ ഡയറി എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. പ്രകൃതിയുടെ നാടകശാലയാണ് പിന്നെ നൈൽ നദിയുടെ സൗന്ദര്യം എന്നാണ്. ഈ പ്രകൃതിയിലെ എല്ലാ സൗന്ദര്യവും നൈൽ നദിയുടെ ഒഴുക്കിലുണ്ട് എന്ന് പറയുന്നു. പിന്നെ മലയദ്വീപുകളെ കുറിച്ച്
മലയദ്വീപുകളിൽ ഒന്നാണ് ബാലിദ്വീപ്. ഈ കേരളത്തിന്റെ അതേപോലെയുള്ള അവസ്ഥാവിശേഷങ്ങളുള്ള സ്ഥലമാണ് ബാലിദ്വീപ്. ഈ ബാലിദ്വീപിലെ സ്ത്രീകൾക്കാണ്, കൃഷിയാണ് പ്രധാനപ്പെട്ട ഒരു തൊഴിലെങ്കിലും അവിടുത്തെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ പ്രാമുഖ്യത. നമുക്ക് നമ്മുടെ കേരളത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും സ്ത്രീകളുടെ സ്ഥിതി വളരെ കഷ്ടമായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോഴും പുരുഷാധികാരത്തിന്റെ കീഴിൽ മാത്രം ജീവിക്കുന്ന വ്യത്യസ്ത മതങ്ങളിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഈ ഭാരതത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല തന്നെ പറയും. പക്ഷെ കേരളത്തിൽ ഒരു ഗുണമുണ്ട്. ജനകീയ ആസൂത്രണം നടപ്പിലായതോടുകൂടി ഒരുപാട് ജനപ്രതിനിധികള് നമ്മുടെ പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലൊക്കെ കയറി വരുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് പെൺകുട്ടികള് നമ്മുടെ അധികാരം പങ്കുവയ്ക്കുന്നതിന്, ത്രിതല പഞ്ചായത്തുകളിൽ അധികാരം വിനിയോഗിക്കുന്നതിന് കയറി വരുന്നുണ്ട് കേരളത്തില്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്ര ഉണ്ടോ ചോദിച്ചാൽ ഇല്ലേ എന്ന് ഞാൻ പറയും. ഇല്ലേ ഉണ്ട്, നാമമാക്കളായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്തായാലും സ്ത്രീകൾക്ക് വളരെ പ്രാമുഖ്യമുള്ള ബാലിദ്വീപിനെ കുറിച്ച്, സോവിയറ്റ് റഷ്യയെ കുറിച്ച് ഇങ്ങനെ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതും ഇവ മൂന്നും ചേർത്തിട്ട് മനോഹരമായ കാൽപ്പനിക ഭാഷയില് എഴുതി വെക്കപ്പെട്ട 17 യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നുകൊണ്ട് മലയാള സാഹിത്യത്തില് സഞ്ചാര സാഹിത്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയ്ക്ക് നമുക്ക് ഒരുക്കി തന്ന മലയാള സാഹിത്യകാരനായിരുന്നു ശങ്കരൻകുട്ടി പൊറ്റക്കാട്. വായിക്കുന്ന വിദ്യാർത്ഥികൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ലോകത്തേക്ക്, അവരുടെ യാത്രാ ലോകത്തേക്ക് തിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശങ്കരൻകുട്ടി പൊറ്റക്കാടിനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലൊരു വിദ്യാർത്ഥിക്ക്, യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, മലയാള വിദ്യാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നു. പിന്നെ എസ് കെയുടെ കഥകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 167 കഥകൾ, ഞാൻ തന്നെ പറഞ്ഞു 170, സോറി, 167 കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കഥകള് വളരെ മനോഹരമാണ്, എല്ലാ കഥകളും. കാരണം താൻ യാത്ര ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും അനുഭവിച്ച ഒരു വലിയ അനുഭവ സഞ്ചയമുള്ള എസ് കെ അവയൊക്കെ തന്റെ കഥകളിൽ ചേർത്ത് വെച്ചു. അവിടെ നിന്നും യാത്രയുടെ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ തന്റെ കഥയിലും ഇതര കൃതികളിലും എഴുതി വെച്ചു. അതും ഒരു കാൽപ്പനിക ഭാഷയില്. പ്രേമത്തിന്, മനുഷ്യ സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള എഴുത്തുകാരനായിരുന്നു ശങ്കരൻകുട്ടി പൊറ്റക്കാട്. നവോത്ഥാന കാലത്ത് തന്നെയാണ്, വിദ്യാർത്ഥികളിൽ നവോത്ഥാന മൂല്യങ്ങൾ വളർന്നു വരുന്ന കാലത്ത് തന്നെയാണ് മൂപ്പര് എഴുത്തുകാരനായിട്ട് വന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ രചനയുടെ പേര്, ആദ്യം എഴുതിയുള്ള കൃതിയുടെ പേര്, കഥയുടെ പേര് രാജനീതി എന്നായിരുന്നു. പൊറ്റക്കാടിന്റെ ആദ്യത്തെ കൃതി രാജനീതിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ നോവല് നാടൻ ബ്രഹ്മം എന്നുള്ള കൃതിയാണ്. ആദ്യ കവിത പ്രഭാതകാന്തി എന്ന് പറയുന്ന സമാഹാരവുമാണ്. അത് ഷൊർണൂരിൽ നിന്ന് ഇറങ്ങുന്ന പ്രഭാതം എന്ന് തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ പ്രഭാത വാരികയിലാണ് വന്നതെന്നാണ് എന്റെ ഓർമ്മ, ശരിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ കഥകളെ കുറിച്ച് പറഞ്ഞ, നോവലുകളെ കുറിച്ച് സൂചിപ്പിച്ച ഒരു കഥ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എന്താ പറയാ, ഞാൻ എന്റെ എസ് കെ പൊറ്റക്കാടിനെ കുറിച്ചുള്ള ഈ ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കാം. എന്റെ മുന്നിലിരിക്കുന്നവർക്ക് സന്തോഷകരമായി തോന്നുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കഥകൾ, ഒന്ന് പുള്ളിമാനാണ്. അദ്ദേഹത്തിന്റെ ലോകോത്തര കഥകളായിട്ട് സാഹിത്യ ലോകം പറയുന്നത് പുള്ളിമാൻ എന്നുള്ള കഥയെക്കുറിച്ച്. പുള്ളിമാൻ എന്നുള്ള കഥയെക്കുറിച്ച് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ റെഡിയാവുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കഥകളിൽ വീണ്ടും നമ്മുടെ മലയാള സാഹിത്യ ലോകം സമാഹരിച്ച മികച്ച കഥകളിൽ ഒന്ന് കുലദ്രോഹി എന്നുള്ള കഥയാണ്. കുലദ്രോഹി എന്നുള്ള കഥ. പിന്നെ അദ്ദേഹത്തിന്റെ മികച്ച കഥകളിലൊന്നാണ് ഭ്രാന്തൻ നായ. ഈ ഭ്രാന്തൻ നായ എന്നുള്ള കഥ
കുറച്ച് സമയമുള്ളത് കൊണ്ട് ഭ്രാന്തനായ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ അവസ്ഥയില് അത് ഏറെ പ്രസക്തമാണെന്ന് തോന്നിയത് കൊണ്ട് കുലദ്രോഹിയും ഭ്രാന്തനായതുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതില് ഭ്രാന്തനായ എന്നുള്ള കഥ പറഞ്ഞുകൊണ്ട് ഞാന് ചങ്ങരക്കുട്ടി പൊറ്റേക്കാടിനെ കുറിച്ചുള്ള ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കും. അത്രയും പോലെ ഇതിലെ പ്രധാന കഥാപാത്രം കീരൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനാണ്. കീരൻ നാട്ടിലെ ഒരു പാലം കൃഷിപ്പണിക്കാരനാണ്. സാധു കുടുംബത്തിൽപ്പെട്ട കീരൻ വളരെ സാമ്പത്തികമായിട്ട് കർഷക തൊഴിലായിട്ട് കീരൻ മകരക്കൊയ്ത്ത് കഴിഞ്ഞ കാലത്ത് മകരക്കൊയ്ത്ത് കഴിഞ്ഞ് പറയത്തക്ക പണിയൊന്നും ഇല്ലാതായ സമയത്ത് പണിയൊന്നും ഇല്ലാതായാലാണല്ലോ വളരെ വൈകി എഴുന്നേൽക്കാനും എവിടേക്കും പോവാനും ഇല്ലാണ്ട് ചുരുണ്ടുകൂട. കീരൻ വളരെ മടിയോടുകൂടി താൻ ഉടുത്ത മുണ്ടഴിച്ചു പുറച്ചിരുന്ന ഉടുത്ത മുണ്ടഴിച്ചപ്പോൾ കീരൻ കുറച്ച് കിടന്നായിരുന്നു. അതൊക്കെ നേരേക്ക് ഒന്നുകൂടി ചുരുണ്ട് കിടന്നു. വീണ്ടും കണ്ണു വിളിച്ച് നോക്കി. എന്താ ഇന്നത്തെ തൊഴിലാൻ? ചായ കുടിക്കാൻ ഒരു 10 പൈസ കയ്യിലില്ല. 10 പൈസക്ക് ചായ കിട്ടും. ഞാൻ 10 പൈസക്ക് ചായ കഴിച്ചിട്ടുണ്ട്. ഒരു ചായ ഒരു പുട്ടും എന്റെ നാട്ടിലെ മണ്ണാക്കാന്റെ കടയിൽ നിന്ന് മമ്മാക്കാന്റെ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുള്ളതാണ്. 20 പൈസ ഇന്നത്തെ കുട്ടികൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. കൃഷ്ണന്റെ നാമപ്പത്തേന് ഒരു 20 പൈസക്ക് ചായ മുട്ടും കിട്ടുമോ? കിട്ടുമോ? കിട്ടിയിരുന്നു. 20 പൈസ ഒരു പുട്ടും ഒരു ചായയും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ വേറൊന്നും കിട്ടാം. നമ്മുടെ കേരളത്തിലാണ് ഒരു പക്ഷേ 20 ഉറുപ്പിക എടുത്താല് ഒരു ചായയും പഴംപൊരി കിട്ടാൻ തോന്നുന്നു. തമിഴ്നാട്ടിൽ കിട്ടുമോ? 20 ഉറുപ്പിക കിട്ടുമോ? എന്തായാലും കീരൻ വളരെ മടിയോടുകൂടി എഴുന്നേൽക്കാൻ മടിച്ചു കിടന്നു. കുറെ നേരം കിടന്നപ്പോ അങ്ങനെ ചുരുണ്ട് കിടക്കാൻ മൂപ്പരാണ്. ചുരുണ്ട് കിടക്കുന്ന സമയത്ത് നഗരപ്പുറത്ത് കഴിഞ്ഞ് കിടക്കുന്ന ആ പാടത്തേക്കൊന്നും ഇങ്ങനെ കണ്ണുപിടിച്ചു വിജനമായി കിടക്കാം. കൊയ്യാനില്ല, കട്ട കെട്ടാനില്ല, മെതിക്കാനില്ല, നിലം വീഴാനില്ല, നിലം നേരാക്കാനില്ല, പാടം വെട്ടാനില്ല, ഒരു പണിയില്ല. വേലിപ്പണി നേരം കിട്ടിയാലായി. അങ്ങനെ വിഷമിച്ചിരിക്കുക. പുറത്തിറങ്ങി. അപ്പോ ഭാര്യ ചെറുവി അവര് ചോദിച്ചു, എന്താണെന്നൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങാത്ത? ഭാര്യ ഭരിക്ക് പിന്നെ കീരന്റെ ഭാര്യ ഗർഭിണിയാണ്. അമ്മ ഏതാണ്ട് ഇപ്പൊ അടുത്ത് പ്രസവിക്കും എന്നുള്ള നിലയിലാണ്. വീട്ടിലാണെങ്കിൽ ചെലവിന് ഒരു മാർഗവും ഇല്ല. ഒരു ചെക്കണ്ട്, ചെക്കന്റെ പേര് ചാത്തൻ എന്നാണ്. അങ്ങനെ കീരൻ പുറത്തിറങ്ങി. പുറത്തിറങ്ങി നോക്കി. തൊട്ടടുത്ത് ചായപ്പീടിയിൽ ചെന്ന ഒരു ചായ കടഞ്ഞു തോച്ചിട്ടു. അങ്ങനെ പീടികൾക്ക് ചെത്തുവഴിയിലേക്ക് നിരത്തിലേക്ക് പോയി കീരൻ. അവിടെ ചെന്ന് നോക്കുമ്പോ ആൾക്കാർ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അറിയ ആൾക്കാർ കൂടിയിട്ടുണ്ട്. ആൾക്കാർ പരസ്പരം സംസാരിക്കുക. ഇപ്പൊ എന്തിനെ കുറിച്ചാ സംസാരിക്കുന്നത്? പേപ്പട്ടി കടിച്ചതിനെ കുറിച്ചാ സംസാരിക്കുന്നത്. ആരെയാണ് പേപ്പട്ടി കടിച്ചത്? കേളന്റെ മകനെ കടിച്ചിട്ടുണ്ട്. നാട്ടിലെ തെങ്ങുകയറ്റക്കാരനായില്ല കേളന്റെ മകന് പേപ്പട്ടി കടിച്ചിട്ടുണ്ട്. ഇത് വലിയ സംസാരം. ഇനിയിപ്പോ എന്താ ചെയ്യാ? പഴയ കാലത്ത് പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് നിന്നൊരു ചെറിയ ആനുകൂല്യം കൊടുത്തിരുന്നു. എന്താ ആനുകൂല്യം കൊടുത്തിരുന്നത്? പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ 21 ദിവസം പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കടി കിട്ടിയ ആളെ കൊണ്ടുപോയി ചെയ്യാൻ, അല്ലെങ്കിൽ കടി കിട്ടിയ ആൾക്ക് പോവാൻ പഞ്ചായത്തിൽ നിന്ന് 5 അണ കൊടുക്കും. 5 അണ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് ഈ പേപ്പട്ടി കേളന്റെ മകനെ കടിച്ചത്. പെട്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചു. വീട്ടിൽ ചെന്നു. അധികാരിയുടെ വീട്ടിൽ ചെന്നു. അധികാരിയെ പിന്നെ അത് പറയാണ്, അത് കേളൻ പിന്നെ അധികാരിയെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, കുട്ടീനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ ചെന്നു. അധികാരി എന്ത് ചെയ്തു?
5 കൊടുത്തു അത്രേ. ചെല്ലേ ആശുപത്രി പോയിട്ട് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അധികാരി കൊടുക്കുന്ന 5 അല്ല, ഈ 5 കിട്ടാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അധികാരിയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആശുപത്രി ചെന്ന് ഇഞ്ചക്ട് ചെയ്ത് 21 ദിവസം ഇഞ്ചക്ട് ചെയ്ത് തിരിച്ചു പോരാൻ 5 കിട്ടും. എല്ലാവരും ഇങ്ങനെ സംസാരിക്കുക 5 കുറിച്ച്. ഈ 5 എല്ലാവരുടെയും വായില് മാത്രമല്ല മനസ്സിലും സന്തോഷം നിറച്ചു. കാരണം 5 കിട്ടാൻ പോകുന്നില്ലേ. പലരും ചിന്തിച്ചു, നിന്റെ ചക്കരൊന്ന് കഴിച്ചിരുന്നെങ്കിൽ, നിന്റെ ഭാര്യനൊന്ന് കഴിച്ചിരുന്നെങ്കിൽ. ഒരു ആപ്പു ചായക്ക് വഴിയില്ലാതെ കീരങ്ങനെ ആലോചിച്ച് എന്താ പറഞ്ഞു മാറും. എന്തായാലും 5 കിട്ടും. കുറച്ചു ദിവസം, അത് 21 ദിവസം കിട്ടും. എനിക്ക് കിട്ടില്ല. എന്തായാലും ചായക്കടക്കാരനോട് ഒരു ആപ്പ് ചായ ഇരുന്ന് വാങ്ങി കുടിച്ച കീരൻ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോന്ന പല പദ്ധതികളുണ്ടായിരുന്നു മനസ്സിൽ കീരന്റെ. അങ്ങനെ രാത്രിയായിട്ട് ഉറക്കത്തിലേക്ക് പോയി. കിട്ടി. അന്ന് ഭക്ഷണമൊന്നും ഉണ്ടായില്ല വീട്ടില്. കറിയത്തൊക്കെ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മറ്റൊരു മാർഗമില്ല, പഴയ കാലല്ലേ. അപ്പൊ എന്ത് ചെയ്തു? തന്റെ മകൻ അടുത്ത് കിടക്കുന്നുണ്ട്, കീരന്റെ മകൻ അടുത്ത് കിടക്കുന്നുണ്ട്, ചാത്താൻ കിടക്കുന്നുണ്ട്. കീരൻ എന്തു ചെയ്തു എന്നറിയോ? തന്റെ മകന്റെ കാലില് നേരെ വെളിച്ചാവണോട് കൂടി ഒരു കടി അമർത്തിയിട്ടൊരു കടിയാണ് വെച്ചു. ഒരു കടി കൊടുത്തതിന് ശേഷം ഉറക്കാണ് നിലവിളിച്ചു, ഇതാ പോണോ പേപ്പട്ടി, ഇതാ പോണോ പേപ്പട്ടി, ഇതാ പോണോ പേപ്പട്ടി. നേരെ വിളിച്ചാകുമ്പോ 4 പുറത്തുള്ള ആൾക്കാർ ഓടിക്കൂടി. കീരൻ വീടിന്റെ 4 പേര് വടിയെടുത്തു നടക്കുക. വടിയെടുത്തോട് ആ പോയി പറഞ്ഞിട്ട് എന്റെ കുട്ടിയെ കടിച്ചോ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഓടി വന്നു. കീരന്റെ വീട്ടിലേക്ക് ഓടി വന്നു. എവിടെ പേപ്പട്ടി? ആ പോയി ആൾക്കാരെ, എന്റെ കുട്ടിയെ കടിച്ചിട്ട് പറഞ്ഞിട്ട് ഭയങ്കര നിലവിളിച്ചു. അപ്പൊ ഭാര്യ പുറത്തു വന്നിട്ട് വയറും താങ്ങോട്ട് പുറത്തു വന്നിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് നോക്കുമ്പോ ഭർത്താവിന്റെ കോമ്പല്ലും വേണ്ടി ചോര. അപ്പോ കീരനോട് ചോദിച്ചു, അല്ലാന്നു എന്താ നിങ്ങളെ പല്ലുമ്പോ ചോര? എന്താണ് എനിക്കടി വരുമ്പോട്ടോളെ? ആരോട്? ഭാര്യയോട്. എന്നിട്ട് ആരും കാണാതെ കീരൻ പല്ലുകളിലെ ചോര അടിച്ചു തുടച്ചു മാറ്റി. ആൾക്കാര് പറഞ്ഞു, വേഗം കൊണ്ടേക്കോ അധികാരിയോടക്ക്, വേഗം കൊണ്ടേക്കോ അധികാരിയോടക്ക് പോയി. അവിടെ പോയാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന് ചെന്നാൽ, നീ ആശുപത്രി ചെന്നാൽ നിനക്ക് കുട്ടീനെ ഇഞ്ചക്ട് 21 ദിവസം ഇഞ്ചക്ട് ചെയ്യണം. 21 ദിവസം ഇഞ്ചക്ട് ചെയ്തില്ല പേപ്പട്ടിയുടെ വിഷം കയറിയിട്ട് കുട്ടി മരിച്ചു പോവും. അതുകൊണ്ട് 21 ദിവസം ഇഞ്ചക്ഷൻ ചെയ്യണം. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കീരൻ കള്ളക്കണ്ണീരൊക്കെ തുടച്ച് കുട്ടീനെ വാരി ചോടിലിട്ടു. കുട്ടിയാണെങ്കിൽ ഒടുക്കത്തെ നിലവിളിക്കാരനാണ്. കാലിന്റെ ഇതിനൊക്കെ ശരിക്കും ഇറച്ചിലോടുത്താ കിട്ടിയേക്കുന്ന കടിയായി. അപ്പൊ നിലവിളിക്കാണ്ടിരിക്കോ? ചക്കനി വാരി തോളിലിട്ട് നേരെ അധികാരി വീട്ടിലേക്ക് വന്നു. അധികാരി വീട്ടിൽ ചെന്നപ്പോ കീരനോട് അധികാരി ചോദിച്ചു, എന്താടാ പോന്നെ? അടിയന്റെ കുട്ടിയുടെ കാലിന്റെ മുകളില് പ്രാന്തനായ കടിച്ചു. ആരവാ നായയുടെ കടിച്ചത്? അതാ പിന്നെ മറ്റേ മൂത്തര നായൻ. ആ മൂത്തര നായല്ലേ കേളന്റെ ചക്കനെ കടിച്ചത്? അതെ, അടിയന്റെ ചക്കനും കടിച്ചത് ആ പ്രാന്തൻ നായനെയാണ്. തച്ചി കൊന്നോ? തല്ലി കൊന്നില്ല. കിട്ടിയില്ലേ? ഒടുക്കത്തെ ഓട്ടാണ്ട് ഓടി. അടിയൻ കുറെ പിന്നാലെ വണ്ടിയൊക്കെ കിട്ടിയോ? കിട്ടിയില്ല. ഇനിയിപ്പോ എന്താ എനിക്ക് വേണ്ടത്? ഇനി അടിയനും വേണം എന്ത്? സർട്ടിഫിക്കറ്റ്. എന്തിന്? കുട്ടീനെ ഇഞ്ചക്ട് ചെയ്യാൻ കൊണ്ടുപോവാൻ. അധികാരി ഉടനെ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു. കീരൻ ചാത്തൻ കുട്ടീനെ ചോളിലിട്ടിട്ട് ആശുപത്രിയിൽ പോയി. അവിടെ പോയി എവിടെ കൊടുക്കണം ഇഞ്ചക്ഷൻ? നാഭിക്ക് ചുറ്റോ കൊടുക്കണം, പൊക്കളിന് ചുറ്റുവേ. കുട്ടിക്കുണ്ടോ അത് അറിയണു ചാത്തൻ കുട്ടിക്ക്. അങ്ങനെ 1000 ദിവസം ഇഞ്ചക്ട് കൊടുത്തു. 5 കിട്ടി. ആ 5 കിട്ടിയപ്പോ കീരൻ അന്ന് വീട്ടിലെ ഓണാക്കി. കാരണം 5 ഓരോ സമയത്ത് അരി വാങ്ങി, ഒരു കൊമ്മ മീൻ വാങ്ങി, വീട്ടിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എത്രയോ ദിവസമായിട്ട് അന്തിയിൽ ദിവസമായിട്ട് അരി വേവാതിരുന്ന, അല്ലെങ്കിൽ അടുപ്പ് കത്താതിരുന്ന ആ വീട്ടില് 5 സമൃദ്ധിയായി. 1-ാം ദിവസം സമൃദ്ധിയായി, 2-ാം ദിവസം സമൃദ്ധിയായി, 3-ാം ദിവസം സമൃദ്ധിയായി, 4-ാം ദിവസം സമൃദ്ധിയായി. ഇങ്ങനെ ഓരോ ദിവസവും ചാത്തൻകുട്ടിക്ക് കീരൻ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കുട്ടിയുടെ ശരീരത്തിലാകെ നീര് വരാൻ തുടങ്ങി. നീര് വന്ന് വീർക്കാൻ തുടങ്ങി. 11-ാമത്തെ ദിവസമായപ്പോ ചാത്തൻകുട്ടി പറഞ്ഞു, അച്ഛാ, എന്താ കുഞ്ഞോ,
ഇനി അച്ഛനെ ആശുപത്രിയിലേക്ക് കൊണ്ടോണ്ട, ഇനി അച്ഛനെ എവിടേക്ക് കൊണ്ടോണ്ട, ആശുപത്രിയിലേക്ക് കൊണ്ടോണ്ട. എന്താ, അച്ഛന്റെ കുട്ടിക്ക് ഇനി വയ്യ, വേദനിച്ചിട്ട് വയ്യ. അച്ഛൻ കുട്ടിക്ക് ഇങ്ങനെ വേണ്ട, അങ്ങടെ ആശുപത്രിയിലേക്ക് പോകും വേണ്ട. 11 ദിവസം 11 ദിവസവും കീരന്റെ വീട്ടില് ഓണമായിരുന്നു. 11 ദിവസമായപ്പോഴേക്കും ചാത്തൻകുട്ടി സംസാരിക്കാതായി. 11 ദിവസം കഴിഞ്ഞപ്പോ ചാത്തൻകുട്ടി മരിച്ചു. കീരൻ തന്റെ കുട്ടീനെ ഉണർത്തി നോക്കി, എന്ത് ചെയ്യുന്നില്ല, ചാത്തൻകുട്ടി കണ്ണുറക്കുന്നില്ല. ഇതോടുകൂടി കീരൻ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. അങ്ങനെ ഒരു ഭ്രാന്തൻ നായയെ പോലെ കീരൻ വീടിന് ചുറ്റും ഓടി നടക്കാൻ തുടങ്ങി. ഓടുക മാത്രമല്ല, നിലവിളിച്ചുകൊണ്ട് ഓടി, ഒരു ഭ്രാന്തൻ നായയെ പോലെ ഓടി. ഈ കഥ മാഷ് പറയാനുള്ള കാരണം, വിശപ്പ് മനുഷ്യനെ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാക്കും. അന്നത്തെ കാലത്ത് 5 അണക്ക് വേണ്ടി കടിക്കാതെ ഭ്രാന്തൻ നായുടെ അല്ല, പേപ്പട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് 5 അണക്ക് വേണ്ടി തന്റെ കുട്ടിയെ സ്വയം കടിച്ചു മുറിവേൽപ്പിച്ച് ഇഞ്ചക്ഷൻ വാങ്ങിച്ചു കൊടുത്ത് അതിന്റെ 5 അണ കൊണ്ട് കുടുംബത്തെ വളർത്തേണ്ടി വന്ന, നിറവയറുള്ള തന്റെ ഭാര്യയുടെ ഗർഭം സംരക്ഷിക്കേണ്ടി വന്ന ഒരു സാധു മനുഷ്യന്റെ കഥ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷെ എങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഭ്രാന്തനായ എന്നുള്ള കഥ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് 179 കഥകളിൽ വിശപ്പ് പ്രസക്തമായി വരുന്ന ഒരു കഥ മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കുലദ്രോഹി എന്നുള്ള കഥ വളരെ മനോഹരമായിട്ടുള്ള കഥയും പുള്ളിമാൻ എന്ന് പറയുന്ന കാൽപ്പനിക കഥയും എന്തായാലും പഠിക്കുന്ന കുട്ടികളെങ്കിലും വായിക്കണേ എന്നുള്ള അപേക്ഷയോടുകൂടി അദ്ദേഹത്തിന്റെ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ചില കവിതയുടെ, എസ് കെ പൊറ്റക്കാടിന്റെ കവിതകളുടെ ഒരു ഉദാഹരണം എന്ന നിലയിൽ ഒരു ദേശത്തിന്റെ കഥയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കവിതയുടെ 8 വരികൾ കൂടി നിങ്ങളെ കേൾപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഒതുക്കും. ഒരു ദേശത്തിന്റെ കഥ കോഴിക്കോടിന്റെയും ശ്രീധരന്റെയും എന്ന് വെച്ചാൽ ശരിക്കും ഒരു ദേശത്തിന്റെ കഥ ശങ്കരൻകുട്ടി പൊറ്റക്കാടിന്റെ തന്നെ വളർച്ചയുടെ കഥയാണ്. കൃഷ്ണൻ മാഷയുടെ മകനായിട്ടുള്ള ശ്രീധരൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കുട്ടിക്കാലം മുതൽ പ്രായപൂർത്തിയാവുന്നതിന് ശേഷവും വരെയുള്ള വളർച്ചയുടെ കഥയാണ് ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശം എന്ന് പറയുന്ന അതിരാണിപ്പാടം എന്ന് പറയുന്ന ചതുപ്പ് നിലം നഗരമായി മാറുകയും ശ്രീധരൻ എന്ന് പറയുന്ന അതിരാണിപ്പാടത്തെ കൃഷ്ണമാഷയുടെ മകന് വളർന്ന വളർച്ച, കോഴിക്കോട് നഗരത്തിൽ വരുന്ന വളർച്ച, അവിടെ എല്ലാവരും ഒന്നിച്ച് ജീവിച്ചിരുന്ന ആ മനുഷ്യര് നഗരമായതോടുകൂടി വളരെ വ്യത്യസ്ത മാനസിക ചിന്തകളിലേക്കും വളർച്ചകളിലേക്കും സ്വകാര്യതയിലേക്കൊക്കെ മാറിപ്പോകുന്ന, ഒരു പക്ഷേ ശ്രീധരൻ തന്നെ ആ നാട്ടിൽ ഒന്നുമല്ലാതാവുന്ന എല്ലാമായിരുന്ന കൃഷ്ണൻ നായർ മാഷയുടെ മകനായിരുന്ന ശ്രീധരൻ, ഞാൻ കൃഷ്ണൻ മാഷയുടെ മകനാണ് കേട്ടോ എന്ന് എല്ലാവരോടും വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ബൃഹത്ത് നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. ഒരു തെരുവിന്റെ കഥ എന്നാൽ കോഴിക്കോട് നഗരത്തിന്റെ കഥയാണ്. കോഴിക്കോട് നഗരത്തിന്റെ കഥയില് ഈ വൈക്കം മുഹമ്മദ് ബഷീർ ഇതിഹാസമാനമുള്ള കുറെ കഥാപാത്രങ്ങളെ നമുക്ക് തരികയുണ്ടായിട്ടുണ്ട്. അതില് ഒരുപാട് കഥാപാത്രങ്ങള്, ഒറ്റ കണ്ണമ്പോക്കര്, സൈനബ, അതുപോലെ അങ്ങനെയുള്ള കുറെ ഇതിഹാസ മുഖമുള്ള കുറെ കഥാപാത്രങ്ങളെ തന്നിട്ടുണ്ട്. ഇതുപോലെ ഇതിഹാസമാനമുള്ള കുറെ കഥാപാത്രങ്ങളെ തന്നിട്ടുള്ള ഒരു നോവലാണ് ഒരു തെരുവിന്റെ കഥ. ഞാൻ അതിന്റെ കഥാപാത്രങ്ങളെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ, അധികമൊന്നും പറയാൻ നിൽക്കുന്നില്ല. കാരണം നോക്കൂ, എല്ലാ കഥാപാത്രങ്ങളുടെ പേരുകൾ കുട്ടികളെ മനസ്സിലുണ്ടായിക്കോട്ടെ. എന്താണ്? കൂനൻ കണാരൻ, നൊണ്ടി പറങ്ങോടൻ, ഇറച്ചിക്കണ്ട മൊയ്തി, തത്തക്കയ്യൻ ചന്തു, ഭ്രാന്തൻ ചാക്കു സായിപ്പ്, കുഞ്ഞിപ്പെരച്ച്, തെരുവിലെ അമിന, അപ്പുനായര്, കൃഷ്ണക്കുറുപ്പ്, മകൾ രാധ, സുധാകരൻ മുതലാളി, രാധാകൃഷ്ണൻ മുതലാളി, ഇങ്ങനെ
വൈക്കം മുഹമ്മദ് ബഷീർ നമുക്ക് തന്ന സൈനബയെ പോലെ, ഒറ്റക്കണ്ണ ബ്ലോക്കറെ പോലെ ഉള്ള കുറെ കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച ഒരുപാട് മനുഷ്യരെ ഒരു തെരുവിലെ പേപ്പട്ടികളെ പോലെ കടിച്ചും ലഹള കൂടിയും കുരച്ചും ഒക്കെ ജീവിക്കുന്ന കുറെ മനുഷ്യരുടെ കഥ പറയുന്ന ഒരു തെരുവിന്റെ കഥ. അതാണ് രണ്ട് പ്രധാന നോവലുകള്. ഇനി എസ്.കെ. പൊറ്റക്കാട് ഒരു ദേശത്തിന്റെ കഥയില് സൂചിപ്പിച്ചിട്ടുള്ള ചില വരികൾ കൂടി ഞാൻ കേൾപ്പിച്ച് കുലദ്രോഹി എന്നുള്ള കഥ ഞാൻ തയ്യാറായി വന്ന കുലദ്രോഹിയും പുള്ളിമാനും പറയാതെ ഞാൻ കുറച്ചു മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കവിത കേൾപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച് വായിക്കുമ്പോ എസ്.കെ. പൊറ്റക്കാട് ഒരു കവിതാകാരനും കൂടി ആയിരുന്നോ, സഞ്ചാര സാഹിത്യകാരൻ അല്ലാതെ കവിതാകാരനും കൂടി ആയിരുന്നോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ദേശത്തിന്റെ കഥ എന്ന ഒട്ടേറെ കവിതാശകലങ്ങളുണ്ട്. ഒറ്റക്കാടിന്റെ പദസ്വാധീനവും ശൈലീ ഭംഗിയും ചേർന്നാണ് കവിതകൾ. നോവലിലെ 3-ാം ഭാഗത്തിൽ 12-ാം അധ്യായത്തിലൊടുവിൽ പ്രകൃതിയെ വർണ്ണിക്കുന്ന ഒരു ഭാഗം കൊണ്ട് കേട്ടുള്ളൂ. പകലെന്ന കോഴി വെളുത്ത കോഴി അകലെ പടിഞ്ഞാറ് മുലയിങ്കൽ ഒരു നല്ല പൊന്മുട്ടയിട്ടു, പിന്നെ അരനാഴികയ്ക്കുള്ളിൽ അന്തരിച്ചു. ഇരവാം കരിങ്കോഴി പുള്ളിക്കോഴി ഒരു വളർത്തമ്മയെ പോലെ എത്തി. പകലിന്റെ അണ്ടത്തിന്മേലെ മന്ദം ചിറകും വിരുത്തി ഒരുത്തിരുന്നു. അടവ ചുരണ്ടം വിരിഞ്ഞു, നാളെ അരുമ കുഞ്ഞൊന്നു പിറക്കുമല്ലോ. അതു വിഹായസിൽ വളർന്നു, പിന്നെ പുതിയൊരു പൊണ്ണുണ്ടായിട്ടു പോകും. ഇതു തുടർന്നിടുന്നു നിത്യതയിൽ പ്രകൃതി തന്നണ്ട് കടാകത്തിൽ. ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എസ്.കെ. പൊറ്റക്കാടിനെ അപൂർണമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ അനുവാദത്തോടു കൂടി നിർത്തുകയാണ്.